ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ നാളെയില്ല. പുഴക്കടിയിലെ കാഴ്ച പരിമിതി തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. മുങ്ങിയുള്ള തിരച്ചിൽ ബുദ്ധിമുട്ടാണെന്ന് ദൗത്യസംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ഷിരൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും പെയ്തിരുന്നു. അതേസമയം ഇന്ന് പുഴയിൽ നിന്ന് കണ്ടെടുത്ത കയർ അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി സോണലുണ്ട്. സോണലി, ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ കാരണമാണോ ഈ അടിത്തട്ടിലെ കാഴ്ച മങ്ങിയത്? ഒപ്പം തന്നെ ഈ കണ്ടെടുത്ത സാധനങ്ങളുമായി ബന്ധപ്പെട്ട് കയർ അർജുന്റെ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ലോഹ ഭാഗങ്ങളിൽ വ്യക്തതയില്ല. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, പ്രധാനമായി ഇന്ന് രാവിലെ തന്നെ വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈശ്വർ മാൽപ്പെ പറഞ്ഞതാണ് ഈ പുഴയുടെ അടിത്തട്ടിൽ സീറോ വിസിബിലിറ്റി ആണ് എന്നുള്ളത് ആദ്യ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. അതിനുശേഷം വൈകിട്ടോടെ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ കാറ്റും മഴയും ഷിരൂർ ഭാഗത്ത് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരച്ചിൽ അത് യോഗ്യമല്ല എന്നുള്ളതാണ്. ഇന്ന് തന്നെ നമുക്കറിയാം, ഡൈവർമാരെല്ലാം തന്നെ ക്ഷീണിച്ച അവസരമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് തിരച്ചിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവർ വലിയ തോതിൽ അവശരായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിലവിൽ നാളെ ഇത്തരത്തിൽ തെരച്ചിലില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ന് തിരച്ചിൽ തുടങ്ങും എന്നുള്ളതിൽ നാളെ ജില്ലാ ഭരണകൂടം ഒരു വ്യക്തതയിലെത്തും. അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി, ശരി. സോണലാണ് വിവരങ്ങൾ നൽകിയത്.